കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനാണ് മിന്നു. ഇന്നിവിടെ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോടൊരു കഥ പറയുവാനുണ്ട്. എന്റെ സ്വന്തം കഥ. ഞാൻ എന്റെ ജീവിതം സ്മാർട്ടായി തിരഞ്ഞെടുത്ത കഥ. ദ സ്റ്റോറി ഓഫ് മൈ സ്മാർട്ട് ചോയ്സ്. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോയാലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. മിന്നു, മോളെ മിന്നു, നീ ഇത് എന്ത് എടുക്കുവാ അവിടെ? സ്കൂളിൽ വിട്ട് വന്നപ്പോ റൂമിൽ കയറി കഥ അടിച്ചതാണല്ലോ. കുറെ നേരം ആയല്ലോ. മിന്നു, മോളെ മിന്നു. ഓ മമ്മി, എന്തിനാ ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്നത്? എന്നെ ആരും പിടിച്ചുകൊണ്ട് പോയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്തൊരു ശല്യമായത്! മോളെ, നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ എന്തൊക്കെയായി പറയുന്നത്? നിനക്ക് എന്താ പറ്റിയേ? സ്കൂൾ വിട്ട് വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. വാ, മമ്മി കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോ കഴിക്കാനൊന്നും വേണ്ട. എന്നെ ഒന്ന് വെറുതെ വിടുമോ? എപ്പോഴും മോളെ മോളെ എന്ന് വിളിച്ച് എന്തിനാ എന്നെ ശല്യപ്പെടുത്തുന്നത്? ഞാനിപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല. എനിക്ക് എന്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ പുറകെ നടന്നെന്നെ ശല്യം ചെയ്യരുത്, പറഞ്ഞേക്കാം. മോളെ മിന്നു, ദൈവമേ, എന്റെ മോക്ക് ഇതെന്ത് പറ്റി? ഇവൾ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. മിന്നുക്കുട്ടി, മോളെ. അച്ചായ, നമ്മുടെ മോള്. ആനി, എന്ത് പറ്റി? നീ എന്തിനാ കരയുന്നത്? മോളെവിടെ? അച്ചായ, നമ്മുടെ മോള്. അവൾ ആകെ മാറിപ്പോയി. ഞാൻ എന്ത് പറഞ്ഞാലും അവക്കിപ്പോ ഭയങ്കര ദേഷ്യമാണ്. അവൾ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. എന്താ അച്ചായ നമ്മുടെ മോക്ക് പറ്റിയത്? ആനി, നീ കരയാതെ. ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവളുടെ ക്ലാസ് ടീച്ചർ ഇന്ന് എന്നെ വിളിച്ചിരുന്നു. മിന്നു ഇപ്പോൾ പഠനത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. നീ വിഷമിക്കണ്ട, നമുക്ക് അവളോട് സംസാരിക്കാം. നമ്മുടെ മോളല്ലേ അവൾ. പപ്പ, എനിക്ക് പപ്പയോടൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? എന്ത് കാര്യമാ മോക്ക് പറയാനുള്ളത്? പപ്പ, എനിക്ക് കുറച്ച് പണം വേണം. എന്റെ ഒരു കൂട്ടുകാരിയുടെ അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അവൾക്ക് കൊടുക്കാനാണ് പണം ചോദിച്ചത്. ആഹാ, അതൊരു നല്ല കാര്യമാണല്ലോ. പപ്പ പണം തരാം. പക്ഷെ അതിനു മുമ്പ് പപ്പയ്ക്ക് മോളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ പപ്പ? ഇന്ന് മോളുടെ ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ചിരുന്നു. മോൾ ഇപ്പോൾ പഠനകാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഏതൊക്കെയോ ചില ചീത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. മോൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതായി ഞങ്ങൾക്കും തോന്നി. മോളെ, നീ ഞങ്ങളുടെ പൊന്നു മോളല്ലേ? സത്യം പറ, മോക്ക് എന്താ പറ്റിയത്? പപ്പ, മമ്മി, അത് പിന്നെ ഞാൻ... മോൾ എന്തിനാ പേടിക്കുന്നത്? എന്ത് കാര്യമായാലും ഞങ്ങളോട് പറയാമല്ലോ. ഞങ്ങൾ നിന്റെ പപ്പയും മമ്മിയും അല്ലേ. കാര്യം എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മോളെ സഹായിക്കാൻ കഴിയൂ. പപ്പ, മമ്മി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കുറച്ച് നാൾക്ക് മുൻപ് ഞാൻ എന്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ അവിടെ വെച്ച് ഒരു ചേച്ചിയെ പരിചയപ്പെട്ടു. ആ ചേച്ചി ഞങ്ങൾക്ക് കുറച്ച് ചോക്ലേറ്റ് തന്നു. അതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിച്ച ശേഷം വീണ്ടും വീണ്ടും അത് കഴിക്കാൻ തോന്നി. പിന്നെ എനിക്ക് ക്ലാസ്സിൽ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയാതെയായി. എപ്പോഴും ദേഷ്യം വരാൻ തുടങ്ങി. വീണ്ടും ആ ചോക്ലേറ്റ് കിട്ടണമെങ്കിൽ പണം കൊടുക്കണമെന്ന് ആ ചേച്ചി പറഞ്ഞു. അപ്പോ ഞാൻ അമ്മയുടെ പേഴ്സിൽ നിന്ന് അമ്മ അറിയാതെ പണം എടുത്തു ആ ചോക്ലേറ്റ് വാങ്ങി കഴിച്ചു. മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? അച്ചായ, ഇവിടെ പറയുന്നത് കേട്ടില്ലേ? ആനി, ബഹളം ഉണ്ടാക്കാതെ നീ ഒന്ന് സമാധാനിക്ക്. നമ്മുടെ മോൾ സംസാരിക്കുകയല്ലേ. പപ്പ, എന്നോട് ക്ഷമിക്കണേ പപ്പ. എനിക്ക് ഇങ്ങനെയൊന്നും ആവണ്ട.
എനിക്ക് നിങ്ങളുടെ പഴയ മിന്നുമോൾ ആയാൽ മതി. പ്ലീസ് ഹെൽപ് മീ പപ്പ, പ്ലീസ് ഹെൽപ് മീ. മോളെ കരയാതെ, മോൾക്ക് ഞങ്ങളുണ്ട്. നീ ഞങ്ങളുടെ പൊന്നു മോളല്ലേ. മോൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. നമുക്കൊരു നല്ല കൗൺസിലറെ കാണാം. അവർ മോളെ സഹായിക്കും. നീ പഴയതുപോലെ മിടുക്കി കുട്ടിയാവുന്നേ. താങ്ക് യു പപ്പ, താങ്ക് യു സോ മച്ച്. മോളെ, അറിയാതെയാണെങ്കിലും നീ ആദ്യം തിരഞ്ഞെടുത്ത വഴി നാശത്തിലേക്കായിരുന്നു. എന്നാൽ നിന്റെ തെറ്റ് മനസ്സിലാക്കി നടന്നതെല്ലാം ഞങ്ങളോട് പറയാൻ നീ മനസ്സ് കാണിച്ചില്ലേ? ഇപ്പോഴാണ് നിന്റെ ജീവിതത്തിലെ ശരിയായ തിരഞ്ഞെടുപ്പ് നീ നടത്തിയത്. മൈ സ്മാർട്ട് ചോയ്സ് അല്ലേ പപ്പ? അതെ, the smart choice. വേണ്ട വേണ്ട ചേട്ടാ, വേണ്ട വേണ്ട ചേട്ടാ, മദ്യത്തിൻ ലഹരി വേണ്ട. വേണ്ട വേണ്ട ചേച്ചി, വേണ്ട വേണ്ട ചേച്ചി, മയക്കുമരുന്നിൻ ലഹരിയും വേണ്ട. വേണ്ട വേണ്ട ചേട്ടാ, വേണ്ട വേണ്ട ചേട്ടാ, മദ്യത്തിൻ ലഹരി വേണ്ട. വേണ്ട വേണ്ട ചേച്ചി, വേണ്ട വേണ്ട ചേച്ചി, മയക്കുമരുന്നിൻ ലഹരിയും വേണ്ട. ആദ്യം കണ്ടാൽ മയക്കിടുമേ, പിന്നെ പിന്നെ മയങ്ങിടുമേ, കാര്യമറിയാതെ അതിൽ വീണു പോകല്ലേ. ആദ്യം കണ്ടാൽ മയക്കിടുമേ, പിന്നെ പിന്നെ മയങ്ങിടുമേ, കാര്യമറിയാതെ അതിൽ വീണു പോകല്ലേ. ഭാരമായിടും, ദോഷമായിടും, രോഗിയായിടും, അയ്യോ ദുഃഖമായിടും. ഭാരമായിടും, ദോഷമായിടും, രോഗിയായിടും, അയ്യോ ദുഃഖമായിടും. വേണ്ട വേണ്ട ചേട്ടാ, വേണ്ട വേണ്ട ചേട്ടാ, വേണ്ട വേണ്ട ചേട്ടാ, മദ്യത്തിൽ ലഹരി വേണ്ട. വേണ്ട വേണ്ട ചേച്ചി, വേണ്ട വേണ്ട ചേച്ചി, മയക്കുമരുന്നിൻ ലഹരിയും വേണ്ട.